ഹായ് മക്കളെ, സബിക സ്വാഗത് ഹേ ഹിന്ദി ഗുരു में। അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഉല്ലാസ് രാജ് സാറുടെ ഒരു PDF ആണ് അല്ലെ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടായി. രണ്ടാമത്തെ ചാപ്റ്ററിൽ എന്താ പറയുന്നത് നോക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ ബേട്ടി കെ നാം എന്ന് പറയുന്നത് ബഹദൂർ ഷാ സഫർജിയുടെ നമ്മുടെ അന്തിം മുഗൾ ശാസക, അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ബഹദൂർ ഷാ സഫർ ഉൻകി ബഡി ബേട്ടിക്ക് തന്റെ അവരുടെ മൂത്ത മകൾക്ക് അല്ലെ കുൽസും ജമാനി ബീഗത്തിന് എഴുതിയ ഒരു ജവാബി പത്രം, മറുപടി കത്താണ് ബേട്ടി കെ നാം എന്ന് പേരുള്ള. നോക്കി ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, എ പാട്ട് കിസ് പിതാ കി രചന ഹെ, അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ബേട്ടി കെ നാം एक ജവാബി പത്ര ഹെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ജവാബി പത്ര കിസ്നെ ലിഖാ ഹെ, ആരാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്? അതെ, ഈ പത്രത്തിലേക്ക് അന്തിം മുഗൾ ബാദ്ഷാ ബഹദൂർ ഷാ സഫർ ദ്വാരാ ലിഖാ ഗയാ ഹെ. അല്ലെ, ബഹദൂർ ഷാ സഫർ ജി ആരാണ്? അവരുടെ മകനാണ് അല്ലെ എഴുതി കൊടുത്തത്, മകനാണ്. ശരിക്കും നിങ്ങൾ പറയുന്നത് ബഹദൂർ ഷാ സഫർ ജി ആണ്. ജയിലിലായിരുന്നു, ഓർമ്മയില്ല പാഠങ്ങളൊക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പത്ര കിസ്കോ ലിഖ, ആർക്കാണ് പത്രം എഴുതിയത്? യെസ്, അപ്നി ബഡി ബേട്ടി കുൽസും ജമാനി ബീഗം കെ നാം പർ, തന്റെ വലിയ മൂത്ത മകളായ കുൽസും ജമാനി ബീഗത്തിനാണ് കത്ത് എഴുതിയത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഏ പത്ര കബ് और കഹാം ലിഖ, എവിടെ നിന്ന് എപ്പോഴാണ് എഴുതിയത്? യെസ്, അംഗ്രേസോക്കി കൈത് മേരെ കർ, അല്ലെ രംഗൂണില് ബ്രിട്ടീഷുകാരുടെ തടവറയിലായപ്പോഴാണ് ബാദ്ഷാ ഈ കത്ത് എഴുതിയിട്ടുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനോ, ബാദ്ഷാക്കു ബന്ദി ബനാക്കർ ജഹാസ് വേം രംഗൂൺ ഭേജു, അതായത് ബാദ്ഷാനെ ബന്ദിയാക്കിയിട്ട് തടവിലാക്കിയിട്ട് ആരാണ് കപ്പലിൽ രംഗൂണിലേക്ക് അയച്ചത്? ആരാണടാ? മഗർ നാമക് യുദ്ധബോൺസ് അല്ലെ, മഗർ എന്ന പേരുള്ള യുദ്ധ കപ്പലിലാണ് നമ്മുടെ ബഹദൂർ ഷാ സഫർ ജീനെ ബ്രിട്ടീഷുകാരല്ലേ അംഗ്രേസോനെ അവരെ എന്ത് ചെയ്തു? ആറാമത്തെ ക്വസ്റ്റ്യനോ, സമ്രാട് കി ബേട്ടി കി ബാരാത്ത് കി അഗ്വാണി കി സെഹറെ കിനോനെ ലിഖ, അതായത് അതിൽ പറയുന്നുണ്ടല്ലോ, ഓർമ്മ പുതുക്കുന്നുണ്ട് നമ്മുടെ എന്റെ മകളുടെ കല്യാണത്തിന്റെ അല്ലെ അവരുടെ ആ ഒരു ചെക്കനെ വരവേൽക്കാൻ. അപ്പൊ ഒരു ബാരാത്ത് എന്നാണ് പറയുക. അപ്പൊ അതിനുള്ള അഗ്വാണി, അതിന്റെ ഒരു പാട്ട് എഴുതിയത് ആരാണ്? അഗ്വാണി കി സെഹറ, ഒരു പാർട്ടിയെ വരവേൽക്കുന്നുള്ള ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് അവരുടെ സദസ്സിലെ തന്നെ ഗാലിബും ജോക്കുമാണ്. മക്കളെ ഈ പേര് ഓർത്തു വെക്കുക കേട്ടോ. ഏഴാമത്തെ എന്താണ്? ഗാലിബ് കോൺതെ, അതാണ് പറഞ്ഞത് ബഹദൂർ ഷാ സഫർ കി ദർബാറി കവി, ദർബാറിലെ കവിയായിരുന്നു രണ്ടുപേരും. എട്ടാമത്തെ ക്വസ്റ്റ്യനോ, ബാദ്ഷാ കഹാ ഹൈ, ഇപ്പൊ ബാദ്ഷാ എവിടെയാണ്? കി അവസ്ഥ കേസ്, അവിടുത്തെ അവസ്ഥ എന്താണ്? അപ്പൊ ബാദ്ഷാ രംഗൂൺ മേ അംഗ്രേസോ കി ഖൈദ് മേ, അല്ലെ ഇപ്പൊ ബാദ്ഷാ എന്ന് പറഞ്ഞ രംഗൂണില് ബ്രിട്ടീഷുകാരുടെ തടവറയിലാണ്. ഇനി വഹാം ലക്കടി കി പുറാനെ മക്കാൻ ബർസാത്ത് മേ ടപക്താ ഹെ, അവിടെ ഒരു പഴയ മരം കൊണ്ടുള്ള ഒരു പഴയ കെട്ടിടത്തിലാണ്, അതോ മഴയില് ആഴെല്ലാം പറ്റുന്ന രീതിയിലുള്ള അത്രയും പൊളിഞ്ഞ ഒരു കെട്ടിടത്തിലാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യനോ, ഇതൊക്കെ അവസർ पर जेल में आए लोगों को बादशाह ने क्या दिया, ഇതിന്റെ അവസരത്തിലല്ലേ ആ ജയിലിൽ വന്നു കുറച്ചു പേര് ആരെ കാണാൻ? ബാദ്ഷാനെ കാണാൻ. അവരെന്താ നൽകിയത്? ബാദ്ഷാനെ മല്ലിക ഹാർ ഇനാം കി റൂപേന്തി, അതായത് അവർ കുറച്ച് സമ്മാനങ്ങളുമായി വന്നു. അവർക്ക് അതിന് പകരമായി തന്റെ പട്ടമഹിഷിയുടെ, അതായത് തന്റെ റാണിയുടെ ഒരു മാല ആർക്ക് കൊടുത്തു? ഈ മുസൽമാന് അല്ലെ കുറച്ച് മുസ്ലിംസിന് കൊടുത്തു. പത്താമത്തെ ക്വസ്റ്റ്യനോ, ഖൈദിയോं का खर्च किसने अदा कर दिया, ആരാടാ ഈ തടവിലായിരിക്കുന്നവരുടെ ചെലവ് വെട്ടിക്കുറച്ചത്? ആരാണ്? അതെ, നമ്മുടെ ബ്രിട്ടീഷുകാരാണ് അല്ലെ. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കത്ത് ക്യാ ഭേജാ മേരെ ജാൻ സുനാ മാതാ ബേട്ടി ക പത്ര സുൻകർ ബാദ്ഷാ കി ആംഖേ ആൻസുओं से भीग गई क्यों, അതായത് കത്ത് എന്ത് കത്തായിരുന്നു മകളെ? എന്റെ ജീവനെ അതൊരു കണ്ണുനീർ കാവ്യം പോലെയായിരുന്നു. തന്റെ മകളുടെ കത്ത് വായിച്ചിട്ട് ബാദ്ഷയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകിയില്ലേ, അത് എന്തുകൊണ്ടാണ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, 12ാമത്തെ ക്വസ്റ്റ്യൻ, ഖൈദി ബാബുക്കു അപ്പിനി ബേട്ടിക കത്ത് ആ സുനാമാതാ ക്യോം, എന്തുകൊണ്ടാണ് ആ തടവിലായിരിക്കുന്ന തന്റെ അച്ഛന് തന്റെ മകളുടെ കത്ത് ഒരു കണ്ണുനീർ കാവ്യം പോലെ ആയി തോന്നിയത്? അതൊരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 13ാമത്തെ ക്വസ്റ്റ്യൻ, തീൻ ദഫാ സുനനെ കെ ബാദ് ഭീ പ്രാവശ്യം വാൽപ്പിച്ചു കേൾപ്പിച്ച് തന്നിട്ടും മനസ്സിനൊരാശ്വാസം, ഹൃദയത്തിനൊരാശ്വാസം കിട്ടിയില്ല. പറയാൻ കാരണം എന്താടാ? അതിനൊക്കെയുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ ഉത്തരം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ബാദ്ഷാ അപ്പനെ പരിവാർ വാലോം സേ ബഹുത് പ്യാർ കർത്തേ ഹെ, നമ്മുടെ ബാദ്ഷാ കുടുംബത്തിന് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ബാപ്പ ഒരു ബേട്ടി ദോനോ അബ് കോസോ ദൂർ ഹെ, അല്ലെ രണ്ടുപേരും ഒരുപാട് ദൂരത്താണ് അല്ലെ രണ്ടുപേരുള്ളത്. ഖൈദ് में बेटी का जो पत्र उन्हें मिलता है उसमें बाप और भाइयों के प्रति बेटी का प्यार प्रकट हुआ है, അതായത് തന്റെ മകൾക്ക് അല്ലെ ആ മകളുടെ കത്ത് ഇവർക്ക് കിട്ടുമ്പോൾ ആ ഒരു അച്ഛനും അല്ലെങ്കിൽ ബാപ്പ് ഒരു ഭായിക്ക് പ്രതി എന്താണ് ആ സഹോദരനോടും അച്ഛനോടുള്ള ആ ഒരു സ്നേഹം അതിൽ നമുക്ക് കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് എത്രത്തോളം അവരോട് സ്നേഹം ഉണ്ടെന്ന് ഈ പത്രത്തിൽ കാണുന്നുണ്ട്.
ये पढ़कर बादशाह को बीते दिनों की भी याद आता है. ഇതൊക്കെ വായിച്ചിട്ട് ബാദ്ഷയ്ക്ക് കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ ഓരോന്നിങ്ങനെ ഓർമ്മ വരണം. ഇവരൊക്കെ ചെയ്യുന്നത് അയ്യോ അപ്പൊ വേദന ബൻഗയ, അതൊക്കെ ഇപ്പൊ എന്തായി തീർന്നു, വേദനയായി തീർന്നു. കാരണം ഇനി വരും അത്. ബാദ്ഷാ വിചലിत होकर इस प्रकार कहता है. ഇതുകൊണ്ടാണ് ആകെ സങ്കടപ്പെട്ട് മനസ്സൊക്കെ ആകെ സങ്കടപ്പെട്ട് ഇതിങ്ങനെ പറയാൻ കാരണം. ഓക്കെ, അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ഒരേ ആൻസറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാവുന്നതാണ് കേട്ടോ മക്കളെ, ശ്രദ്ധിച്ചു വെക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, दिल्ली वाले मुझको रोते होंगे को रोता हूँ, शासक का कौन सा गुण हम प्रकट होता है. ജനങ്ങൾ എന്നെ ഓർത്ത് കരയുന്നുണ്ടാവും, ഇതാ ഞാനും അവരെ ഓർത്ത് കരയുന്നു. ഒരു ഭരണകർത്താവിന്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മേ തു ജിന്ദാ ബേട്ടാ ഹും വേ തു ബിനാ ആയേ മൗത് മർ ഗയേ. ഞാനിതാ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നു, അവരാണെങ്കിലോ മരണം വരാതെ തന്നെ അവരതാ മരിച്ചു കഴിഞ്ഞു. ബാദ്ഷാ കി ഇസ് കഥൻ കാ ക്യാ താല്പര്യ ഹൈ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ബാദ്ഷാ ഉദ്ദേശിക്കുന്നത് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദില്ലി വാലെ മുജ്കോ റോത്തെ ഹോങ്കെ. അല്ലെ, ജനങ്ങൾ എന്നെ ഓർത്ത് കരയുന്നുണ്ടാവും. മേം ഭി ഉൻകോ റോത്താ ഹും, ഞാനും അവരെ ഓർത്ത് കരയുന്നു. ബാദ്ഷാ ऐसा क्यों कर रहे हैं. എന്തുകൊണ്ടാണ് ബാദ്ഷാ അങ്ങനെ പറയാൻ കാരണം? 3 ക്വസ്റ്റ്യനും ഒരേ ആൻസർ ആണ് മക്കളെ. ബാദ്ഷാ അപ്പനെ ദേശ് और देशवासियों से बहुत प्यार करते थे. ബാദ്ഷാ തന്റെ ദേശത്തിനോടും ദേശസ്നേഹികളെയും വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. कैदी होने पर भी वे अपने लिए जान कुर्बान करने वाले की याद करते हैं. തടവിലായിരുന്നിട്ടും തന്റെ ഒരു ജീവൻ ബലിയർപ്പിച്ച ഒരുപാട് ആളുകളെ സ്മരിക്കുന്നു, ഓർക്കുന്നു. अंग्रेजों द्वारा दिल्लीवासियों के प्रति हुए प्रत्येक अत्याचार और क्रूरता का याद करके आज भी उनका मन विचलित हो रहा है. ബ്രിട്ടീഷുകാര് ദില്ലിയിലെ ജനങ്ങളോട് ചെയ്യുന്ന ഓരോ അത്യാചാരവും ക്രൂരമായ ഒരു പ്രവൃത്തികൾ ഉണ്ടാവില്ല, ആ പ്രവൃത്തി അതൊക്കെ എന്ത് ചെയ്യുന്നു, അതൊക്കെ ആലോചിച്ചിട്ട് ആ ഒരു മനസ്സിന്റെ വേദനിക്കാൻ. ആരുടെ മനസ്സ്? നമ്മുടെ ശാസകനായ ഭരണകർത്താവായ നമ്മുടെ ബഹദൂർ സഫർജിയുടെ മനസ്സ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, മേ തോ ജിന്ദാ ബേട്ടാ ഹും. അല്ലെ, ഞാനിതാ ഇപ്പൊ ജീവനോട് കൂടി ഇരിക്കുന്നുണ്ട്. വേ തോ ബിനായേ മൗത് മർ ഗയേ. അവരിതാ മരണം വന്നിട്ടില്ല, എന്നാലും അവർ മരിച്ച ആ ഒരു സ്ഥിതിയിലാണ് അവര്. ഈ കഥൻ അല്ലെ, ഇസ് കഥൻ കെ ആധാർ पर दिल्लीवासियों की परेशानियों पर टिप्पणी लिखी. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ട് വാസികളുടെ പരീക്ഷാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അതിനെ കുറിച്ചൊരു ടിപ്പണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയടാ, ബാദ്ഷാ ഹം അംഗ്രീസോं द्वारा दिल्लीवासियों पर हुई अत्याचार और क्रूरता की याद कर रहे हैं. അപ്പൊ ഇവിടെ ബാദ്ഷാ എന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ദില്ലിയിലെ ജനങ്ങളെ പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ ക്രൂരമായ പ്രവൃത്തി അതിനൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനേകം ബാപ്പ് ഒരുപാട് പേരുടെ അച്ഛന്മാർ അല്ലെ, ബേട്ടി അല്ലെങ്കിൽ മക്കള്, അവര് ഭായി അല്ലെ, സഹോദരങ്ങള് ഫാൻസിയൊപ്പർ ചടങ്ങ് അവർക്ക് തൂക്കിലേറ്റപ്പെട്ടു അല്ലെ. അനേക ബच्चे അനാഥ हो गए, ഒരുപാട് പേര് അനാഥരായി. അനേക മഹിളായി വിവാഹ हो गई, ഒരുപാട് സ്ത്രീകള് വിധവകളായി. സഭയ്ക്ക് ഗർലുടുകൈ, എല്ലാവരുടെയും വീട് കൊള്ളയടിക്കപ്പെട്ടു അല്ലെങ്കിൽ തകർക്കപ്പെട്ടു. ഇസ് പ്രകാർ പൂരി ദില്ലിക്ക് ബർബാദ് കിയാ ഗയാ. ഈ പ്രകാരം നോക്കുകയാണെങ്കിൽ ദില്ലിയുടെ ഓരോ മുക്കും മൂലയും വരെ അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ മക്കളെ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി പഠിച്ചു വെച്ചോളാം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, अपने वतन से सैकड़ों कोस दूर घर से जुदा और ऐसा जुदा कि अब जीते जी किसी से मिलने की आस नहीं है. എന്താണ് ബാദ്ഷാ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് തന്റെ സ്വദേശമായ ദില്ലിയിൽ നിന്ന് സേങ്കട് ഒരുപാട് നാഴിക ദൂരത്ത് വീട്ടിൽ നിന്ന് ഗർസേ ജുദ, വീട്ടിൽ നിന്ന് വേർപെട്ട് ജീവിതത്തിട്ടും അവരെ കാണുന്നതിനുള്ളൊരു അവകാശമോ അധികാരവും ഇല്ലാത്തൊരവസ്ഥ അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? യഹാം ബാദ്ഷാ एक दर्दनाक सच्चाई बता रहे हैं. ഒരു വേദന നിറഞ്ഞൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ദില്ലി से सैकड़ों कोस दूर रंगून में है. ദില്ലിയിൽ നിന്ന് ഒരുപാട് നാഴിക ദൂരത്തെ ഇവിടെ രംഗൂണിലാണ്. वे अपने देशवासी और परिवार वालों से बहुत प्यार करते हैं. അവര് തന്റെ ദേശത്തിനെയും ദേശവാസികളെയും കുടുംബത്തെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. കൈതുനെയോനെ ബേട്ടിക്ക ചോ ഖത്ത് മിലാ. തടവിലായിരുന്നപ്പോ തന്റെ മകളുടെ കത്ത് കിട്ടി. ഉസ്മേ ബാബുക്ക് പ്രതി അപ്പനെ മൻ മേ ജോ പ്യാർ ഹേ ഉസ്കാ പൂരാ ചിത്രൻ ഹേ. ഒരു അച്ഛന്റെ മനസ്സിൽ എത്രത്തോളം സ്നേഹമുണ്ട് അതിന്റെ മുഴുവനായിട്ടുള്ള ചിത്രം അവിടെ നടത്തുന്നുണ്ട്. ये पत्र 3-4 बार पढ़कर बादशाह विचलित हो जाते हैं और इस प्रकार सोचते हैं. ഇതുകൊണ്ട് അല്ലെ നമ്മുടെ ഈ പത്രം 3-4 പ്രാവശ്യം വായിപ്പിച്ചിട്ടും അല്ലെ അല്ലെങ്കിൽ അങ്ങത്ര വായിച്ചിട്ടും ആകെ സങ്കടപ്പെടാണ്, വിചലിതനാവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ ബാദ്ഷാ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ നോക്കിയേ, ബാദ്ഷാ കാ ഗർജ് ക്യോं മാദാ കർ ദിയാ ഗയാ. എന്തുകൊണ്ടാണ് ബാദ്ഷായുടെ നമ്മുടെ ബഹദൂർ ഷാ സഫർജിയുടെ
ചെലവ് എന്തുകൊണ്ടാണ് വെട്ടിക്കുറച്ചത്, പകുതിയാക്കിയത്? പിന്നെ അതിനെ കുറിച്ച് വേറൊരു ക്വസ്റ്റ്യൻ നോക്കി, 20ാമത്തെ. അംഗ്രേസോനെ കൈദോക്കാകർച്ച് ക്യൂ മാതാക്കുന്നത്, എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാര് തടവിലാക്കപ്പെട്ടവരുടെ ഈ ഒരു ചെലവ് വെട്ടിക്കുറച്ച് എന്തുകൊണ്ടാണടാ? യെസ്, ईद के अवसर पर बादशाह से मिलने के लिए आए लोगों को उन्होंने मल्लिका का उपहार दिया था. അത് ഈദിന്റെ അവസരത്തില് തന്നെ കാണാൻ വന്നപ്പോൾ അല്ലെ, കുറച്ച് മുസ്ലിംസ് നമ്മുടെ ബാദ്ഷാനെ കാണാൻ വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇനാമുക്ക് ആ ഒരു സമ്മാനത്തിന് പകരമായിട്ട് എന്തെങ്കിലും നൽകണ്ടേ? അതിന് വേണ്ടിയിട്ട് തന്റെ പട്ടമൈഷുടെ മാല കയ്യിൽ വശം ഉണ്ടായിരുന്നു, അത് അവർക്ക് നൽകി. ഒരു ജാനക്കർ അംഗ്രേസോനെ സോച്ചാക്കി, ഇത് അറിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർ എന്താണ് ചിന്തിച്ചത്? ജവാഹറാത്ത് ബഹുത് അധിക, ഇവരുടെ അടുത്തൊക്കെ ആഭരണങ്ങളും രത്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്, അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ചെലവൊക്കെ വെട്ടിക്കുറച്ചു. ഇനി 21ാമത് നോക്കിയേ, ഈ കത്ത് നിനക്ക് കിട്ടുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയില്ല മകളെ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബാദ്ഷാ അങ്ങനെ ചിന്തിക്കാൻ കാരണം? യെസ്, പിछले पूरे അനുഭവവും കാരണം ഈ ബാദ്ഷാ സോച്ചത്തെ മുന്നേ ഉണ്ടായ ഒരുപാട് അല്ലെ മോശപ്പെട്ട ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ബാദ്ഷാ ചിന്തിക്കാൻ കാരണം. അംഗ്രേസ് കാം ചലാത്തേത്, നമുക്കറിയാം ബ്രിട്ടീഷുകാരെ വെറും ചതിയിലൂടെയാണ് തങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കഭി കഭി ദേശ് ബദൽ കർ ജാസസോं को कैदियों के पास भेजते हैं അല്ലെ, അവര് ചിലപ്പോ വേഷമൊക്കെ മാറിയിട്ട് ചാരന്മാരെയൊക്കെ ചിലപ്പോ തടവില നമ്മൾ നിൽക്കില്ലേ, തടവിൽപ്പെട്ടവരുടെയൊക്കെ അവരൊക്കെ ഒപ്പം നിൽക്കാനും അവരെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കില്ല, അങ്ങനെ അവർ ചിലപ്പോ അങ്ങനെയുള്ളവരെയൊക്കെ അയക്കും. മിത്രത സ്ഥാപിത കർക്കെ ഉനക്കാ രഹസ്യ ജാനാഹി ലക്ഷ്യ ശരിയല്ലടാ. ഈ തടവിലാക്കപ്പെട്ടവരുടെ അവരൊക്കെ ഇങ്ങനെ സൗഹൃദം സ്ഥാപിക്കും, ഈ അവര് നിൽക്കുന്നവരല്ലേ, നിങ്ങളൊക്കെ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവരോടൊക്കെ ഇങ്ങനെ ഒരു സൗഹൃദം സ്ഥാപിച്ചിട്ട് അവരുടെ രഹസ്യം അറിയായിരുന്നു ഈ ചാരന്മാരുടെ ലക്ഷ്യം അല്ലെ. ഇതുകൊണ്ടാണ് ബാദ്ഷയ്ക്ക് അങ്ങനെ ഒരു ശങ്ക അനുഭവപ്പെട്ടത്. 22ാമത്തെ ക്വസ്റ്റ്യനോ, അഭി തു ഹം ലക്കടി കി ഭീഗി ഹുയി ഖബ്ർ മീൻ ജിന്ദാ ദഫൻ ഹൈ. ഇപ്പൊ ഞാനിതാ മരത്തിന്റെ ഈ തടിയിൽ നനഞ്ഞു കുതിർന്ന ഈ തടിയിൽ ഇതാ ഞാൻ ജീവനോടെ എന്റെ ശവദാഹം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഞാൻ മരിക്കുകയാണെങ്കിൽ തബി ഖബ്റമീ ഹോഗി, അപ്പോഴും ഞാൻ ഈ ഖബറിടത്തിലായിരിക്കും. താല്പര്യം എന്താണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ താല്പര്യം എന്ന് പറയുന്നത്? നമുക്കറിയാം ഈ ദേശത്തിന് തന്നെ ദേശവാസികളെയൊക്കെ വേർപാട് അല്ലെ, അവര് പിരിഞ്ഞ ബാദ്ഷയുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദുഃഖകരമായ അവസ്ഥയാണ്. अंग्रेजों ने लकड़ी से बने एक पुराने मकान में उन्हें कैदी बनाकर डाला है जो बरसात में टपकता है. പറഞ്ഞത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇവരോട് ക്രൂരത ചെയ്യാണ്. മരത്തിന്റെ പൊളിയാറായിട്ടുള്ള പഴയ കെട്ടിടത്തിലാണ് തടവിലാക്കപ്പെട്ടത് ഇവരെ അല്ലെ. അതാണെങ്കിലും മഴയത്ത് ആകെ പൊളിഞ്ഞു വീഴാവുന്ന ഒരു സ്ഥിതിയിലാണ്. മുൻപ് അവർക്കാണെങ്കിൽ ശക്തമായ കാവലുണ്ട്. ഒരുപാട് അനുഭവങ്ങളും ഒരു മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ആർക്ക് നേരിടേണ്ടി വന്നു? ഭാഷയ്ക്ക് നേരിടേണ്ടി വന്നു, അല്ലെങ്കിൽ ഇരയാകും. ഒരു യഥാർത്ഥ ദേശപ്രേമി ആയതുകൊണ്ട് തന്നെ തന്റെ മണ്ണില് അല്ലെ അവിടെ മരിക്കണം എന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. മകറൂനിയും പത്താഹ, പക്ഷെ അവർക്ക് അറിയാം അല്ലെ, അതായത് ജീവിതത്തിൽ പുറത്തു പോകാൻ പറ്റുമോ? ബാഹർ നിക്കൽ പായേങ്ക, ഒരിക്കലും പുറത്തു പോകാൻ കഴിയില്ല. അവർ ഖബർ അതുകൊണ്ട് ഖബറടി പ്രദേശത്ത് തന്നെ ആയിരിക്കും. യാത് കർത്തേ ഹുയേ ബാദ്ഷാ ऐसे कर रहे हैं. ഈ കഠിനമായിട്ടുള്ള ഈ ഒരു യാഥാർത്ഥ്യം ഓർമ്മിച്ചുകൊണ്ടാണ് ബാദ്ഷാ അങ്ങനെ പറയാൻ കാരണം. നമുക്ക് ബഹദൂർ ഷാ സഫറിയുടെ ചരിത്ര ചിത്രം നോക്കാം. യെസ്, ബഹദൂർ ഷാ സഫർ ദില്ലി അന്തിം മുഗൾ ബാദ്ഷാ ഹെ അല്ലെ, അവസാനത്തെ ദില്ലിയിലെ ചക്രവർത്തി ആയിരുന്നു, ബാദ്ഷാ ആയിരുന്നു ബഹദൂർ ഷാ സഫർ. കൈദ് മറനെ പർ ഭി ഉൻകെ ദിൽ മേം, തടവിലായിരുന്നിട്ടും തന്റെ ദേശത്തിനോട് ഹൃദയത്തിൽ തന്റെ ദേശത്തിനോടും ദേശവാസിയും ദേശസ്നേഹികളോടും और परिवार से प्यार और लगाव है, തന്റെ കുടുംബത്തിനോടും സ്നേഹവും അടുപ്പവും ഈ ഒരു ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. പരിവാർ സെ ദൂർ രഹനേക്കെ കാരണം ബഹുത് ദുഃഖി ഹെ, തന്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരുന്നിട്ട് ഒരുപാട് ദുഃഖിതനാണ് അദ്ദേഹം. ബഹുത് സഹാനുഭൂതിശീൽ ഹെ, ഒരുപാട് സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയായിരുന്നു. സച്ചാ ശാസക, യഥാർത്ഥ ഒരു ഭരണകർത്താവായിരുന്നു. अपनी प्रजा के सुख दुख के बारे में सोचकर दुखी हो जाते, തന്റെ പ്രജകളുടെ സുഖദുഃഖമൊക്കെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വളരെ ദുഃഖിതനായിരുന്നു അദ്ദേഹം. ഉനക്കെ പത്രമേ സാഹസ് और ദേശപ്രേം का स्वर है, അവരുടെ ആ ഒരു കത്തില് സാഹസവും ദേശപ്രേമവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും.
ഇനി പാഠത്തിന്റെ സാരാംശം നോക്കിയേ. ബഹദൂർ സഫർ റംഗൂൺ കെ ജയിൽ മേ ഹെ. ബഹദൂർ സഫർ എവിടെയാണ്? റംഗൂണിലെ ജയിലിലാണ്. ജയിൽ മേ ബേട്ടി കാ ഖത്ത് മിൽത്താ ഹെ അല്ലെ. ജയിലില് തന്റെ മകളുടെ കത്ത് കിട്ടുന്നു. ബേട്ടിനെ വോ കത്ത് പഠിക്കർ സുനായ. മകനാണെങ്കിലോ തന്റെ എല്ലാ കത്തും വായിപ്പിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നു. ബേटे द्वारा उन्होंने जवाब पत्र लिखवाया. തന്റെ മകനാണ് ഒരു മറുപടി കത്ത് എഴുതി കൊടുത്തത്. जेल में रहने पर भी दिल में ദേശവാസി और परिवार से प्यार और लगाव है. നേരത്തെ പറഞ്ഞല്ലേ, ജയിലായിട്ട് തന്റെ ദേശത്തിനോടും ദേശവാസികളോടും കുടുംബത്തിനോടും സ്നേഹവും അടുപ്പും ഒക്കെ ഈ ഒരു നമ്മുടെ ആർക്കുണ്ടായിരുന്നു? ബഹദൂർ സഫർ ജിക്ക് ഉണ്ടായിരുന്നു. പരിവാർ സെ ദൂർ रहने के कारण बादशाह बहुत दुखी है. പരിവാറിൽ നിന്ന് ഒരുപാട് ദൂരമായിട്ട് ബാദഷാ വളരെയധികം ദുഃഖിതനാണ്. एक बार कुछ लोग उनसे मिलने के लिए जेलाए. ഒരിക്കല് കുറച്ച് ആളുകള് ഇവരെ കാണുന്നതിന് വേണ്ടി വന്നു. ബാദഷാനെ ആ ഒരു രത്നോക്ക ഹാർ ദിയ. ബാദഷാ അവർക്ക് എന്ത് കൊടുത്തു? നാമക്ക് ബദലേക്ക് രത്നത്തിന്റെ ഒരു മാല കൊടുത്തു. इसके कारण കൈദിയോं का घर सादा कर दिया गया. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചിന്തിച്ചു? ഇവരുടെ അടുത്ത് ഒരുപാട് സ്വർണ്ണങ്ങളും ആഭരണങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇവരുടെ ചെലവ് വെട്ടിക്കുറച്ചു. ബാദ്ഷാ കോട്ടാല ഹെ. മരം കൊണ്ടുള്ള പഴയ ഒരു കെട്ടിടത്തിലാണ് ബാദ്ഷാ ഇട്ടിട്ടുള്ളത്. മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യനും അതേപോലെ ഈ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് വരെ ചരിത്രപ്പെട്ടിപ്പണി ചോദിക്കും. നമ്മുടെ ബാദ്ഷായുടെ ഡയറിയും പത്രവും ഒക്കെ ചോദിക്കും. ഡയറി പത്രം ചോദിക്കൽ ഡയറിയാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ ചരിത്രപ്പെട്ടിപ്പണിയും പഠിച്ചു വെക്കുക. അപ്പൊ ഇനി അടുത്ത ചാപ്റ്ററുമായി വരുന്നത് വരെ ധന്യവാദ്.